പോച്ചർ വെബ് സീരീസ് ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഈ ഇടയാണ് മൊത്തം കണ്ടു തീർത്തത്. മൊത്തം 8 എപ്പിസോഡാണ് ഈ വെബ് സീരീസ്. വെബ് സീരീസ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം എടുത്ത് പറയാമെന്ന് വെച്ചാൽ മസ്റ്റ് വാച്ച് വെബ് സീരീസാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വെബ് സീരീസ്. കാരണം ഇതിൽ കുറേ ഈ വെബ് സീരീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഭയങ്കര നാച്ചുറലായിട്ട് എടുത്തിട്ടുള്ള ഒരു പടമാണ്, വെബ് സീരീസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പടമാണ്. നാച്ചുറൽ നന്നായി കാണിക്കുന്നുണ്ട്, നാച്ചുറലായിട്ടുള്ള അഭിനയം കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2015 ഉണ്ടായ ഒരു സംഭവത്തിന് ഇൻസ്പയർ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വെബ് സീരീസ് ആണിത്. ആനവേട്ടനെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് ഇതിൽ കാണിക്കുന്നത്. അതിനെ പിടിക്കാനായിട്ട് പോണ ഫോറസ്റ്റുകാരൻ്റെ കഥയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ കാടും പരിസരം അങ്ങനെയുള്ള കാടുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാട്ടിലത്തെ പരിപാടികളാണ് ഈ വെബ് സീരീസിൽ കാണിക്കുന്നത്. അപ്പോൾ നാച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ അതേപോലെ തന്നെ ഈ എന്താ പറയുക, ഇതിൽ കുറേ നാച്ചുറൽ കാണിക്കുമ്പോൾ നാച്ചുറിൻ്റേതായിട്ടുള്ള കുറേ സൗണ്ടുകളുണ്ട്. ശരിക്കും വെബ് സീരീസ് നമ്മളൊരൊറ്റ സ്ട്രെച്ചിൽ നിന്ന് കാണാനെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗത്തെ പരിസരം അല്ലെങ്കിൽ ആ ഒരു കാട്ടിൻ്റെ ആ ഒരു ഭാഗത്തായിരിക്കും നമ്മൾ കൂടുതലും നമ്മുടെ മൈൻഡിലുണ്ടാവുക. കാരണം അങ്ങനെയാണ് ഈ വെബ് സീരീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ് സീരീസിൽ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള മെസ്സേജാണ് അത്. അതുകൊണ്ടാണ് ഞാൻ ഈ വെബ് സീരീസ് മസ്റ്റ് ആയിട്ട് കാണണമെന്ന് പറയുന്നത്. പിന്നെ കുറേ നമുക്കറിയാത്ത കുറേ മെസ്സേജസും ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിനായിട്ട് ഉപരി ഇതിലൊരു ഇമോഷൻ ഉണ്ട്. ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതെന്താന്ന് ഞാൻ പറയാനില്ല. നിങ്ങൾ ഈ വെബ് സീരീസ് കണ്ടിട്ട് നിങ്ങൾക്ക് ആ ഇമോഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊരു നാച്ചുറൽ ഭയങ്കര ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. അല്ലാത്തവരാണെങ്കിൽ വലിയൊന്നും കൊടുക്കാണ്ട് ജീവിക്കണവരായിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ട് റേറ്റിംഗ് ഒക്കെ ഞാൻ നോക്കിയപ്പോൾ വളരെ കുറവ് റേറ്റിംഗ് ആണ്. റീച്ച് വളരെ കുറവാണ് ഈ വെബ് സീരീസിന്. കാരണം ആരും കാണാനുള്ളൊരു ത്വര കാണിക്കുന്നില്ലേ. പക്ഷെ അത്രയും നല്ലൊരു വെബ് സീരീസ് ആണ് ഇത്. ശരിക്കും സംസാര വിഷയമാവേണ്ടതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ ജോണർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ സീരിയസ് ആയിട്ട് പോണ ഒരു സംഭവമല്ല. ആൾക്കാർക്ക് എൻ്റർടൈൻമെൻ്റ് ആണ് വേണ്ടത്. പക്ഷെ എന്നിരുന്നാലും കൂടിയും ഇത് മോശമെന്നല്ല ഞാൻ പറയണത്. ഇത് മോശമെന്നല്ല, ഇത് എൻ്റർടൈനിങ് അല്ല. എന്നുവെച്ചാൽ അങ്ങനെ എൻ്റർടൈനിങ് തമാശ പരിപാടികളൊന്നും ഇതിലില്ല. അവസാനത്തെ ഒരു 4 or 5 എപ്പിസോഡിലെ ഏതൊരു എപ്പിസോഡിൽ കുറച്ച് സീനിൽ മാത്രം കോമഡി ഉണ്ടെന്നല്ലാണ്ട് വേറെ കോമഡികളൊന്നുമില്ല. തുടക്കം ഭയങ്കര സീരിയസ് ആയിട്ടാണ് പോണത്. പിന്നെ കളർ ഗ്രേഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് ആപ്റ്റായിട്ടുള്ള കളർ ഗ്രേഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന ആൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെട്ടപ്പെട്ട ഇമോഷൻസിൽ നമുക്കിങ്ങനെ തട്ടണ കുറേ BGM അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തുടക്കത്തിൽ പേരും കാര്യങ്ങളും എഴുതി കാണിക്കുമ്പോഴുള്ള ഒരു BGM നമ്മളത് 2-3 എപ്പിസോഡ് കാണുമ്പോൾ പിന്നെ നമ്മൾക്കത് ശീലവും. പിന്നെ നമുക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ അതും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. അത് എടുത്ത് പറയണം കാസ്റ്റ്. പിന്നെ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VFX ആണ്. കാരണം ഈ വെബ് സീരീസിന് അധികം പ്രൊഡക്ഷൻ്റെ ഭാഗത്തുനിന്ന് ഫണ്ട് ചിലവായിട്ടില്ല. എന്ന് വെച്ചാൽ വളരെ ലോ ബഡ്ജറ്റാന്നല്ല പറയണം, അധികം ഫണ്ട് ചിലവായിട്ടില്ല. അത് നമുക്ക് ഈ വെബ് സീരീസ് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ VFXൻ്റെ കാര്യത്തിൽ അവർ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്തിട്ടില്ല. VFX അവർക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം നന്നാക്കിയിട്ട് അവർ ധാരാളം വൃത്തിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ VFX തന്നെ കൂടുതലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലാണ്ട് VFX അല്ലാണ്ട് ചെയ്യുമ്പോൾ ആർട്ട് വർക്കിന് കുറച്ച് പണി കൂടുകയും ചെയ്യും, കുറച്ച് ഫണ്ട് ഇറങ്ങുകയും ചെയ്യും. പക്ഷെ ആർട്ട് വർക്കിനും കയ്യടി കൊടുക്കണം. കുറച്ച് നല്ല നല്ല സംഭവങ്ങൾ ആർട്ട് വർക്കും ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയുന്നത് പെർഫോമൻസ്. എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ സീനുള്ള ആളായാലും പോലും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മത്സരിച്ച് അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ എടുത്തു പറയുന്നത് നിമിഷ സഞ്ജയനെയാണ്, പിന്നെ റോഷൻ. ഇവർ 2 പേർക്കാണ് കൂടുതലും സ്ക്രീൻ ഈ പടത്തിലുള്ളത്. പക്ഷെ നിമിഷയാണ് സൂപ്പറായിരിക്കുന്നത്. പിന്നെ കനി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വെബ് സീരീസിൻ്റെ ഒരു പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് രീതിയിലാണ് പോണത്. ഫുള്ള് സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടും പെർഫോമൻസുകൾ മാത്രമാണ്. ഫുള്ള് അങ്ങനത്തെ സീനുകളാണ് ഈ വെബ് സീരീസിലുള്ളത്. എന്ന് വെച്ചാൽ കേസ് അന്വേഷണമാണ് കാണിക്കുന്നത്. അപ്പോൾ
ഫുള്ള് ഇവന്റെ അഭിനയം കൊണ്ടാണ് ഈ വെബ് സീരീസ് മുമ്പോട്ട് പോണത്. പിന്നെ അതിൽ ഒരു നല്ലൊരു കഥയും ഒരു ഇമോഷനും ഇതിൽ കയറ്റിയത് കൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറയണേ മസ്റ്റ് വാച്ചാണ്, എല്ലാവരും കാണാം. അത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷെ ചിലപ്പോൾ സ്പോയിലർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എടുത്ത് പറയാൻ ഒരു നെഗറ്റീവും ഇത് ആർട്ട് സൈഡിൽ നിന്നാണ് എനിക്ക് ഇത്തിരി നെഗറ്റീവ് തോന്നിയത്. അതിലൊരു ഭക്ഷണം തേടി ഒരു പോയിട്ട് ഒരു സംഭവം വന്നിട്ട് അതിൻ്റെ സംഭവമൊക്കെ പൊളിച്ചിട്ട് ഒരു സീനുണ്ട്. അത് സത്യമായിട്ടും എനിക്കത് ഞാൻ ശ്രദ്ധിച്ച കാരണമാണോന്ന് അറിയില്ല. അതൊക്കെ പക്കയായിട്ട് മനസ്സിലായി എന്താ സംഭവം എന്ന് മനസ്സിലായി. ചിലപ്പോൾ ഡയറക്ടർ വിചാരിച്ചിട്ടുണ്ടാവും ആരും ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ അതങ്ങനെ വിട്ടുണ്ടാവും. എനിക്കറിയില്ല എന്താണ്. അത് മാത്രമാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നുള്ളൂ. ബാക്കിയൊക്കെ പൊളിയാണ്. ഇമോഷനാണ് എനിക്ക് ഈ പടത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. നാച്ചുറലാണ്. സംഭാഷണ രീതികൾ വരെ പക്ക നാച്ചുറലാണ്. തെറികൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എങ്ങനെയാണ് തെറി പറയാം അങ്ങനത്തെ രീതിയിലാണ്, അല്ലാണ്ട് മറ്റേ ചുള്ളി പോലത്തെ അതൊന്നല്ല. പിന്നെന്ന് പറയുമ്പോൾ ഇതില് ട്രൈബൽസിനെയാണ് കാണിക്കുന്നത്, എന്ന് വെച്ചാൽ വേട്ടക്കാരന്മാരെ കാണിക്കുന്നുണ്ട്. അതിൽ പലർക്കും പല സംഭാഷണ രീതിയാണ്. എല്ലാവരും നമ്മൾ സാധാരണ സിനിമകളിൽ കാണുമ്പോൾ സംഭാഷണം അല്ല ഈ പടത്തിൽ, നാച്ചുറലായിട്ടാണ് ചെയ്തിരുന്നത്. അപ്പം അത് കാണുമ്പോൾ നമ്മൾ അങ്ങനെ അത് ആ ഒരു മൈൻഡിൽ എടുക്കണം. പിന്നെ നമ്മൾ ഈ വെബ് സീരീസ് കണ്ടത് 2015 ഉണ്ടായ വേട്ടക്കാരൻ്റെ ഒരു കഥ. അപ്പം അത് ആ ഒരു മൈൻഡിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. നാച്ചുറൽ ഇഷ്ടപ്പെടുന്നവർക്കും ആന ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പം ഇതാണ് നമുക്ക് ഈ വെബ് സീരീസിനെ കുറിച്ച് പറയാനുള്ളത്. മാക്സിമം എല്ലാവരും കാണാം. മറ്റൊരു വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ.